പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കുവൈത്തിലെ യുവ പണ്ഡിതനും വാഗ്യവുമായ ഡോക്ടർ അലിഫ് ഷുക്കൂർ, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഫൈസൽ മഞ്ചേരി സാഹിബ്. രണ്ടുപേർക്കും വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. സക്കാത്തിന്റെ വിഷയം നമ്മൾ ഒരുപാട് തവണ കൈകാര്യം ചെയ്തൊരു സംഗതിയാണ്. പക്ഷെ ഇന്ന് ഇത് വീണ്ടും എടുത്തുള്ള ഒരു കാരണം, സോഷ്യൽ മീഡിയ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സംഗതി വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് സക്കാത്ത് എന്ന് പറഞ്ഞ സംഗതി സംഘടിതമായിട്ട് വാങ്ങാൻ പാടില്ല, അത് വിടുകയില്ല. മാത്രമല്ല, അത് അങ്ങനെ ചെയ്യുന്നത് ഒരാളുടെ സക്കാത്ത് വിടാതെ വരികയും അത് സംഘടിതമായി കൊടുക്കാനും പാടില്ല എന്ന രൂപത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്തൊരു സംഗതി നമ്മൾ നമ്മൾ ജീവിക്കുന്ന കുവൈത്തിലെ പശ്ചാത്തലത്തൊക്കെ നോക്കുകയാണെങ്കിൽ, നാട്ടിൽ നിന്ന് ഒരുപാട് സംഘടനകൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ചാരിറ്റിയായി ബന്ധപ്പെട്ട അസോസിയേഷനിൽ നിന്ന്, ഇപ്പോൾ ബൈത്ത് സക്കാത്തിൽ നിന്നും അതുപോലെ മറ്റുള്ള ലജ്നയിൽ നിന്നൊക്കെ ഈ പറഞ്ഞ സക്കാത്ത് നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോവുകയും അങ്ങനെ നാട്ടിൽ പല സംഭവങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? യഥാർത്ഥത്തിൽ സക്കാത്തിൻ്റെ ശരിയായ രൂപം എന്ന് പറയുന്നത് സംഘടിതമായി അത് ആളുകളിൽ നിന്ന് ശേഖരിച്ച് അത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് സക്കാത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം. ഇസ്ലാമിൻ്റെ സക്കാത്ത് അങ്ങനെയാണ്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ എന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവരിൽ നിന്ന് സക്കാത്ത് വസൂലാക്കുക, സക്കാത്ത് വാങ്ങുക. അപ്പോൾ സക്കാത്ത് വാങ്ങുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പറയുന്നൊരു സംഗതിയുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരുടെ ധനികരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന, അവരുടെ പാവങ്ങളിൽ, സാധാരണക്കാരിൽ, പ്രയാസപ്പെടുന്നവരിൽ വിതരണം ചെയ്യുന്ന സക്കാത്ത് തൂഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരുടെ പണക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. ഇസ്ലാമിൻ്റെ സക്കാത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ ഒരു മൂന്നാം കക്ഷി അതിലുണ്ട്. വാങ്ങുന്ന ഒരാൾ, എന്നിട്ട് അത് അയാൾ വിതരണം ചെയ്യുന്നു. സക്കാത്ത് ദായകൻ നേർക്കുനേരെ സക്കാത്ത് കൊടുത്താൽ വീടില്ല എന്നൊന്നുമില്ല. പക്ഷെ ഇസ്ലാമിൻ്റെ സക്കാത്തിൻ്റെ ശരിയായ രൂപം ഇതാണ്. ഇതൊന്നും ഈ ആളുകൾക്ക് അറിയാത്തത് കൊണ്ടല്ല. അങ്ങനെ ഒരു സംഘടിതമായ സക്കാത്ത് നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കുള്ള വരുമാനം മുടങ്ങും. ഇപ്പം ഈ നാട്ടിലെ ആൾക്കാരൊക്കെ ഈ സക്കാത്ത് പറഞ്ഞ് കൊടുക്കുന്നത് ഈ മുസ്ലിയാക്കന്മാർക്കും ഈ പറഞ്ഞ തങ്ങന്മാർക്കും അവർക്കൊക്കെയാണ് ഈ സക്കാത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് സംഘടിതമായി ശേഖരിച്ച് അർഹരായ ആളുകളിലേക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ വരുമാനം അന്നം മുട്ടിപ്പോകും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരിതിനെതിരെ ഇത്ര രൂക്ഷമായി സംസാരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ആളുകളൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് സമീർ സാഹിബ് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ലജ്നകളിൽ നിന്ന്, സക്കാത്ത് കമ്മിറ്റികളിൽ നിന്നൊക്കെയാണ് സക്കാത്ത് വാങ്ങിയിട്ട് നാട്ടിൽ കൊണ്ടുപോകുന്നത്. അതൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്, അതിനൊന്നും ഒരു പ്രശ്നമല്ല. ശരിക്കും പറഞ്ഞാൽ സക്കാത്തിൻ്റെ ശരിയായ രൂപം എന്ന് പറഞ്ഞാൽ സംഘടിതമായിട്ടാണത് ശേഖരിക്കേണ്ടതും വിതരണം ചെയ്യേണ്ടതും. അതാണ് ഇസ്ലാമിൻ്റെ സക്കാത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പിന്നെ അതിന് പറയുന്ന ന്യായം ശരിയാണ്. സക്കാത്ത് സംഘടിതമായിട്ട് തന്നെ വിതരണം ചെയ്യേണ്ടത്. പക്ഷെ അതിന് ഭരണകൂടം വേണം. നമ്മുടെ നാട്ടിൽ ഭരണകൂടമല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഓരോരുത്തരും സക്കാത്ത് അവനവന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക. ആളുകളൊക്കെ പോയി റമളാൻ്റെ അവസാനത്തെ പത്തായാൽ സക്കാത്തും തേടിയിട്ട് ഇങ്ങനെ തെണ്ടി നടക്കുകയാണ്. അതാണ് ശരിയായ സക്കാത്ത് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഭരണമല്ല. അപ്പോൾ ആൾക്കാരൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ ചെന്നിട്ട് സക്കാത്തിൻ്റെ പൈസ ഉണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങനെ തെണ്ടി നടക്കുക. ഇവരിങ്ങനെ കുറേ ചില്ലറ പൈസയൊക്കെ എടുത്ത് വെച്ചിട്ട് ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുക. ഇതാണ് സക്കാത്തിനെ ഒരു ചക്കാത്താക്കി, ഒരു അത്യധികം എന്താ പറയുക, ആളുകളുടെ ഇടയിൽ പരിഹാസ്യമാക്കുന്ന രീതിയിൽ സക്കാത്തിനെ കൊണ്ടുപോയി. ഭരണകൂടമില്ല എന്നുള്ളതാണ് അതിന് അവർ പറയുന്ന ന്യായം. അത് യഥാർത്ഥത്തിൽ ആ ന്യായമേ അല്ല. ഭരണകൂടം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശിക്ഷാവിധി നടപ്പാക്കേണ്ടത് ഭരണകൂടത്തിലാണ്, അത് നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല. എന്നാൽ ഒരു പള്ളി ഉണ്ടാക്കേണ്ടതും പള്ളിയിലെ ഇമാമിനെ നിശ്ചയിക്കേണ്ടതും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും ഭരണകൂടമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. നാട്ടിൽ പള്ളി കമ്മിറ്റികൾ ചെയ്യുന്നില്ലേ, ഇമാമിനെ നിശ്ചയിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ സക്കാത്ത് ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത് പാവങ്ങളിൽ വിതരണം ചെയ്യുന്നതിന് എന്താ തടസ്സം? നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മഹല്ലുകൾ തോറും സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ
ചുരുങ്ങിയ പക്ഷം കേരളത്തിലെ മുസ്ലിങ്ങളുടെ പട്ടിണി മാറ്റാൻ അത് മതി. പക്ഷെ അത് ചെയ്യുന്നില്ല. ഇതാണ് അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ അതിന് പറയുന്ന ന്യായങ്ങളുണ്ട്. ഈ സംഘടിത രീതിയിൽ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുന്നത് ഇസ്ലാമികമായി തെറ്റാണ് എന്ന് പറയുന്നതിന് ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ ന്യായമായ ഒരു തെളിവ് ഹാജരാക്കുന്നതിന് പകരം അതിനെ പരിഹാസ്യമാക്കി അതിൻ്റെ പ്രായോഗികതയെ കളിയാക്കുന്ന ന്യായങ്ങളാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു മൗലവിയുടെ പ്രഭാഷണം, സക്കാത്ത് മുസ്ലിങ്ങളെല്ലാവരും 2.5% വീതം കൊടുത്തു, എന്നിട്ടത് സംഘടിതമായി ശേഖരിച്ച് വിതരണം ചെയ്താൽ പട്ടിണി മാറുമോ? ഇനി മുസ്ലിങ്ങളെന്നല്ല, അല്ലാത്തവരും ഇതുപോലെ സമ്പത്തിൽ നിന്ന് 2.5% കൊടുത്താൽ പോലും പട്ടിണി മാറുകയില്ല. പട്ടിണി മാറ്റുക എന്നുള്ളത് സക്കാത്തിൻ്റെ ലക്ഷ്യമല്ല. ഇതാണ് ഒരു സംഗതി പറയുന്നത്. അതുമാത്രമല്ല, ഒരാൾക്ക് നിങ്ങൾ സംഘടിത സക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്ന് വല്ല ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ജീവനോപാധിയായിട്ട് അയാൾക്ക് വല്ലതും കൊടുത്താൽ അതുവഴി അയാളുടെ ആ ഒരു ഓട്ടോറിക്ഷ കിട്ടിയെന്നല്ലാതെ നാട്ടിലെ പട്ടിണി മാറുമോ? ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ ബാലിശമായ, ന്യായമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ കളിയാക്കുന്ന രീതിയിലാണ് നമ്മുടെ മുസ്ലിയാക്കന്മാർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ സംഗതി ഉണ്ടല്ലോ, അതായത് ഇതിനെ എടുത്തിട്ട് പരിഹാസ്യമാക്കി അവർ തന്നെ സ്വയം പരിഹാസ്യമാവും. ഞാനും നിങ്ങൾ പറഞ്ഞ ആ ഒരു ക്ലിപ്പ് കേട്ടപ്പോൾ, ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്താൽ ഓട്ടോറിക്ഷക്കാരന് ഓട്ടോറിക്ഷയായിട്ട് പിന്നെ അതിൽ കയറാൻ ആൾക്കാർക്ക് പൈസ വേണ്ടേ? ബാക്കിയുള്ള ആർക്കും പൈസ ഇല്ല, ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് മാത്രമേ പൈസ ഉള്ളൂ എന്ന മട്ടിലാണ്. എന്ന് മാത്രമല്ല, എന്തുമാത്രം പരിഹാസ്യമാണ്. ഇപ്പം കേരള മുസ്ലിങ്ങളിൽ പണക്കാരായ ആളുകൾ 2.5% സക്കാത്ത് കൊടുത്താൽ പട്ടിണി മാറൂല എന്ന് പറയുന്നത് എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്? 2.5% ആളുകൾ നമ്മുടെ കേരളത്തിലെ പണക്കാരിൽ പകുതി പേര് കൊടുത്താൽ മതി. കണക്കനുസരിച്ച് വെച്ച് നോക്കിയാൽ തന്നെ പകുതി പേര് കൊടുത്താൽ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പട്ടിണി അതോടുകൂടി മാറും. എത്ര മില്യനേഴ്സ് ഉണ്ട്, എത്ര ബില്യനേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് പരത്തുകയാണ്. ഇതാണ് ഈ മുസ്ലിയാക്കന്മാരൊക്കെ ചെയ്യുന്ന ഏറ്റവും കടുത്ത അനീതി. ജനങ്ങൾക്കിടയിൽ തന്നെ പരിഹാസ്യമാവുകയാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെയൊക്കെ കയ്യിലുള്ള അല്ലെങ്കിൽ ആളുകളുടെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ കണക്കെടുത്താൽ തന്നെ, അതിൻ്റെ സക്കാത്ത് കണക്കൂട്ടിയാൽ തന്നെ എത്രയായി? വളരെ വലിയ ഒരു സംഖ്യ തന്നെ അത് വരും. അത് മതി നമ്മുടെ നാട്ടിലെ പട്ടിണി പരിഹരിക്കാൻ. പക്ഷെ പട്ടിണി മാറ്റില്ല. പിന്നെ പട്ടിണി മാറ്റിലല്ല സക്കാത്തിൻ്റെ ഇത്. അങ്ങനെ പട്ടിണി യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ബാലപാഠം പോലും അറിയാതെയാണ് ഈ മുസ്ലിയാക്കന്മാർ സംസാരിക്കുന്നത്. അതായത് സക്കാത്ത് വ്യവസ്ഥ ശരിയായ രൂപത്തിൽ നടപ്പാക്കിയപ്പോൾ പട്ടിണി ഇല്ലാതെയായി. സക്കാത്ത് കൊടുക്കാൻ ആളുണ്ട്, പക്ഷെ വാങ്ങാൻ ആളില്ല. ചരിത്രത്തിൽ ഉണ്ടായതല്ലേ. അപ്പൊ ഇതിനൊക്കെ തമസ്കരിച്ചുകൊണ്ട് ഇത്ര വർത്തമാനങ്ങൾ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആഭരണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ മറ്റേ സ്ത്രീകൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് പഠിത്തം നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. അതായത് സ്ത്രീകൾ 200 പവനാണെങ്കിൽ ശരി, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വർണ്ണമാണെങ്കിൽ അതിന് മുകളിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നുള്ള രൂപത്തിൽ, ആഭരണമാണെങ്കിൽ സക്കാത്ത് ഇതില്ല എന്ന രൂപത്തിൽ ഒരുപാട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ എൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് യഥാർത്ഥത്തിൽ ഈ ആഭരണങ്ങളുടെ സക്കാത്തിൻ്റെ വിഷയത്തിൽ പണ്ട് മുതലേ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിനെക്കുറിച്ച് വിശാലമായിട്ടാണ് നമ്മൾ സമീപിക്കേണ്ടത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർണത്തിനും വെള്ളിക്കും സക്കാത്തുണ്ട്. ഖുർആന്റെ നസ്സാണ്, ഹദീസിൻ്റെ നസ്സാണ്. വല്ലദീന യക്നീസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി സ്വർണവും വെള്ളിയും വെക്കുന്ന ആളുകൾ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നവരോട് പറഞ്ഞേക്കുക. അപ്പോൾ സ്വർണവും വെള്ളിയും കെൻസാകുന്നത് എപ്പോഴാണ്? നിസാബ് എത്തിയിട്ട് സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അത് ഈ പറഞ്ഞ ശിക്ഷക്ക് കാരണമാകുന്ന സൂക്ഷിപ്പ് സ്വത്തായി മാറും. അതായത് നിങ്ങളുടെ കയ്യിൽ സ്വർണമുണ്ട്, വെള്ളിയുണ്ട്. അന്നത്തെ കാലത്ത് 200 ദിർഹമും 20 ദീനാറുമാണ് ഈ പറഞ്ഞ നിസാബ്. ഇന്നിപ്പോൾ വെള്ളി നാണയങ്ങളോ സ്വർണ്ണ നാണയങ്ങളോ ഇല്ല. അപ്പോൾ അത് കണക്കൂട്ടിയിട്ട് 595 ഗ്രാം വെള്ളി, 85 ഗ്രാം സ്വർണം, ഇതാണ് ഇപ്പോൾ അതിലെത്തിയിട്ടുള്ള
ആധുനിക കാലത്തെ അതിൻ്റെ കണക്ക് എന്ന് പറയും. ഇപ്പം 85 ഗ്രാം സ്വർണം നിങ്ങളുടെ കയ്യിലുണ്ട്, 595 ഗ്രാം വെള്ളി നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അത് മതി നരകത്തിൽ നിങ്ങൾക്ക് കടുത്ത ശിക്ഷ അനുഭവിക്കാം. ഇതാണ് ഖുർആന്റെ നസ്സ്. ഈ സ്വർണം ആഭരണമാക്കി മാറ്റുമ്പോൾ അതിന് സക്കാത്ത് കൊടുക്കണോ വേണ്ടേ? ഈ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. മദ്ഹബിൻ്റെ ഇമാമികൾക്കിടയിലുണ്ട്, പണ്ഡിതന്മാർക്കിടയിലുണ്ട്. സഹാബിമാർ മുതൽ ആധുനികരായ പണ്ഡിതന്മാർ വരെയുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ധാരാളം ആളുകളെ കാണാം. ആഭരണങ്ങൾ അത് നിസാബെത്തിയാൽ സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നവരുണ്ട്, ഉപയോഗിക്കുന്ന ആഭരണങ്ങളാണെങ്കിൽ. ഉപയോഗിക്കുന്നതാവട്ടെ ഉപയോഗിക്കാത്ത ആകട്ടെ, ആഭരണങ്ങൾ നിസാബെത്തിക്കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നവർ. എന്നാൽ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ. ഉദാഹരണത്തിന്, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം സക്കാത്ത് കൊടുക്കേണ്ടതില്ല. നിങ്ങൾ താമസിക്കുന്ന വീട്, അവിടുത്തെ പറമ്പ്, അതൊക്കെ വലിയ വാല്യൂ ഉള്ള സംഗതിയായിരിക്കും. ഒരുപക്ഷെ 1 ഏക്കർ പറമ്പിലാണ് നിങ്ങൾ വീട് വെച്ച് താമസിക്കുന്നത്, അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഒരു പക്ഷേ ഒരു 75 ലക്ഷം രൂപയുള്ള ഒരു കാറാണ് നിങ്ങളൊരു പണക്കാരനാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത്, അത് നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കാറൊന്നുമില്ല, കുതിരൻ്റെ കാര്യമാണ് റസൂൽ പറഞ്ഞത്, കുതിരക്ക് സക്കാത്തില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് വാഹനങ്ങൾക്കും ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കും ഉപയോഗിക്കുന്ന വീടിനും സക്കാത്തില്ല. നേരെ മറിച്ച് അത് വിൽപ്പനക്കാണ് നിങ്ങൾ കാറ് വാങ്ങുന്നതെങ്കിൽ സക്കാത്തുണ്ട്, വിൽപ്പനക്കാണ് നിങ്ങൾ വീടുള്ളതെങ്കിൽ സക്കാത്തുണ്ട്. ഇതേ കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന് പറയുന്ന വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽ ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, 3 ആളുകളും അവരുടെ മദ്ഹബും ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന്. അത് എത്രയാണെങ്കിലും അതിന് ഉപയോഗിക്കുന്ന ഒരു സ്ത്രീക്ക്, അതിൽ പിന്നെ കുറച്ചുകൂടി വ്യാഖ്യാനത്തിലേക്ക് പോവുകയാണെങ്കിൽ, വിശദീകരണങ്ങൾക്ക് പോവുകയാണെങ്കിൽ, ഒരു ശരാശരി ഒരു സ്ത്രീ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന ആഭരണങ്ങളുടെ ഒരു തോതുണ്ട്, അത് വെച്ചിട്ട് എന്നൊക്കെ പറയുന്നത്. ഇമാം അബൂ ഹനീഫയാണ് ഈ വിഷയത്തിൽ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നതാവട്ടെ ഉപയോഗിക്കാത്താവട്ടെ സക്കാത്ത് കൊടുക്കണം എന്ന് അഭിപ്രായപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ഈ പണ്ഡിതൻ അതിൽ വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു വർത്തമാനമാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ, ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ഒരു മദ്ഹബിൻ്റെ ഇമാമുകൾക്കും ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം എന്നില്ല എന്നതിൽ ഒരു വെഡിത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അത് ശരിയല്ല. മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽ തന്നെ ഇതിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ആധുനികരായ വിശേഷിച്ച് സലഫി പണ്ഡിതന്മാരൊക്കെ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണമെന്ന അഭിപ്രായക്കാരാണ്. അതിനവർ തെളിവാക്കുന്നത്, ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ തെളിവിൻ്റെ ബലാബലാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു കുട്ടിയുമായി ഒരു സ്ത്രീ വരുന്നുണ്ട്. കുട്ടിയുടെ കയ്യിൽ നല്ല തടിച്ച 2 വളയുണ്ട്. റസൂൽ ചോദിക്കുന്നുണ്ട്, ഇതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ അവർ പറയുന്നുണ്ട് കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, നാളെ പരലോകത്ത് തീ കൊണ്ടുള്ള 2 വള ധരിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോഴാണ് അവർക്ക് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നത്. അവരത് എടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ മോതിരം, വെള്ളി മോതിരം കണ്ടപ്പോൾ ഇതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അദ്ദീന സക്കാത്തഹുന്ന എന്ന് ചോദിക്കുന്നുണ്ട് റസൂൽ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂൽ ഹസ്ബുക്കി മിനന്നാർ, എന്നാൽ പിന്നെ നരകത്തിൽ നിനക്ക് കിടക്കാൻ അതന്നെ മതി എന്ന് പറയുന്നു. അപ്പോൾ കയ്യിൽ മോതിരിട്ടാൽ അത് നരകത്ത് കിടക്കുന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറ്റ് ആഭരണങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഇതുകൂടി കൂട്ടിയിട്ടാണോ നീ സക്കാത്ത് കൊടുക്കുന്നത് എന്നാണ് അതിൻ്റെ ചോദ്യത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. അപ്പം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് സക്കാത്ത് കൊടുക്കണം. ഈ 2 ഹദീസുകളും അൽബാനി സഹീഹാക്കിയ ഹദീസുകളാണ്. പക്ഷെ ഇതിൻ്റെ ഈ വിഷയത്തിൽ മറ്റു പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ 2 വീക്ഷണങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ ഉപയോഗിക്കുന്ന ആഭരണങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് ലോക്കറിൽ, എനിക്ക് നമുക്ക് വില കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് ലോക്കറിൽ കൊണ്ടുപോയി വെക്കുന്നു, അല്ലെങ്കിൽ അലമാരിയിൽ വെക്കുന്നു, അതിനെന്തായാലും സക്കാത്ത് കൊടുത്തിരിക്കണം, ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് 200 പവനാണെങ്കിലും 500 പവനാണെങ്കിലും ആഭരണമാണെങ്കിൽ ഇത് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് ശരിയല്ല. തെറ്റായ ഒരു മെസ്സേജ് സമൂഹത്തിൽ അത് പാസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഉപയോഗിക്കുന്ന മറ്റേ സ്വർണം എന്ന് പറയുമ്പോൾ വസ്തുത ഒരു ആപേക്ഷികമല്ലേ? കാരണം
സമൂഹത്തിലുള്ള വ്യത്യസ്ത ആളുകൾക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത ദർജയിലുള്ള ആളുകൾക്ക് അവരുപയോഗിക്കുന്ന ആഭരണത്തിൻ്റെ തോതും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എത്രയാണ് എന്നൊരു കണക്ക് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമല്ലോ. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയവും. ശരിക്ക് ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിൽ എത്രയും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാറ്, വീട്, നമ്മൾ താമസിക്കുന്ന സ്ഥലം, അതുപോലെ ഒരു ബിസിനസ് സംരംഭത്തിൽ അതിനു വേണ്ടി അയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ലോജിസ്റ്റിക് ആയിട്ടുള്ള, അപ്പോൾ ഒരു ഷോപ്പാണെങ്കിൽ അവിടുത്തെ മേശ, കസേര, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ഇപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ലല്ലോ എന്ന ന്യായം വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ആഭരണം അത് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ എന്ന് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് കുറച്ചും കൂടി മുഴത്തമതായ അഭിപ്രായമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഇത് ഒരു ഹാജിയാത്തിൽ പെടുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക അനിവാര്യമായ ആവശ്യങ്ങളിൽ പെടുന്നതല്ല, ഇത് തഹ്സീനാത്തിൽ പെടുന്നതാണ്. അപ്പോൾ ആ നിലക്ക് അതായത് മനുഷ്യൻ്റെ ജീവിതം കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കുവാനും അവനവന് ഒരല്പം അടിസ്ഥാന ജീവിത നിലവാരത്തിൽ നിന്ന് ഒരല്പം ഉയർന്നു നിൽക്കലാണ് ശരിക്കും ആഭരണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാധനത്തിന് അത് എത്രയാണെങ്കിലും 85 ഗ്രാം അല്ലെങ്കിൽ അതിന് മുകളിലുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും സൂക്ഷ്മമായി നമുക്ക് കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായം. അതാണ് നല്ലതും. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ അതിന് സക്കാത്ത് കൊടുത്തു, ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിസാബ് എത്തുന്ന ആ സമയം മുതലാണല്ലോ അതിന്റെ സക്കാത്ത് വർഷം ആരംഭിക്കുന്നത്. അതേ നിലവാരത്തിൽ തന്നെ അടുത്ത വർഷവും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത് എടുത്തുകൊണ്ട് അർഹരായ ആളുകളിലേക്ക് കൊടുക്കുക എന്നുള്ളത് അത് ആ വ്യക്തിയുടെ ബാധ്യതയാണ് എന്ന് തന്നെ മനസ്സിലാക്കലാണ് സൂക്ഷ്മമായ അതിലെ ഒരു വശം എന്ന് പറയുന്നത്. പിന്നെ ഖുർആനിൽ ഈ പറഞ്ഞ ഈ ദഹബ് എന്ന് പറഞ്ഞ ഈ സംഗതി ഉണ്ടല്ലോ, ഇത് ആഭരണമാകുന്നതോടുകൂടി ദഹബല്ലാതായി മാറുന്നില്ലല്ലോ. ഒരാള് സ്വർണം എന്ന് പറയുന്ന സാധനം നിങ്ങളത് കോയിനാക്കി വേറൊരാളത് ആഭരണമാക്കി. ഒരാളുടെ കയ്യിൽ കോയിനുണ്ട്, വേറൊരാൾ ആഭരണമുണ്ട്. കോയിനും സ്വർണ്ണമാണ്, ആഭരണവും സ്വർണ്ണമാണ്. അപ്പോൾ യക്നിസൂന ദഹബ വൽ ഫിദ്ദ എന്ന് പറയുന്നതിൽ നിന്ന് ഈ ആഭരണം ഒഴിവാകാൻ ഒറ്റ നോട്ടത്തിൽ ന്യായമല്ല. പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ അത് ഉപയോഗിക്കുന്നതാണ്, സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന ഈ വീക്ഷണം പക്ഷെ കൂടുതൽ സൂക്ഷ്മവും നമുക്ക് കൂടുതൽ അവലംബനീയവും കൊടുക്കുക എന്നതായിരിക്കും. അതെ, സക്കാത്തിന്റെ അവകാശികളുണ്ടല്ലോ. ഇപ്പോൾ അത് വ്യക്തമായിട്ട് 8 വിഭാഗത്തെ കുറിച്ചിട്ട് ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അർഹത അല്ലെങ്കിൽ കൂടിയിട്ടും. നിങ്ങൾ പിന്നെ സക്കാത്തുൽ ഫിത്തറിന്റെ കാര്യമാണോ ചോദിക്കുന്നത്? അപ്പൊ അതിനെങ്ങനെ കാണുന്നു? സക്കാത്തുൽ ഫിത്തർ ശരിക്കും പറഞ്ഞാൽ ബർക്കത്തിന് വേണ്ടി വാങ്ങേണ്ടുന്ന ഒന്നല്ല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിരിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു ഖാല ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി എന്ന് പറഞ്ഞിട്ടാണ്. സക്കാത്തുൽ ഫിത്ർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിരിക്കുന്നു. തുഹറത്തുൽ ലിസ്സാഇമി മിനൽ ലഗ്വി വറഫസി, ഒരു നോമ്പുകാരന് അയാൾക്ക് സംഭവിച്ചു പോയ വീഴ്ചകൾ, തെറ്റുകൾ, അതിൽ നിന്നുള്ള ഒരു പരിശുദ്ധിയാണ് അത്. വത്തുഅമത്തലിൽ മസാക്കീൻ, മിസ്കീനുകൾക്ക് അത് ഭക്ഷണമായിട്ട് ആഹാരമായിട്ട് കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ അതിൽ പിന്നെ റസൂല് ചെയ്ത കാര്യത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് തുഅമത്തലിൽ മസാക്കീൻ. ഇപ്പോൾ മിസ്കീനുകളാണ്. കുറച്ചും കൂടി വിശാലമായിട്ട് അതിനെ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിൻ്റെ അവകാശികളായിട്ട് പരിശുദ്ധ ഖുർആൻ എണ്ണിയ ആളുകളെയൊക്കെ വേണമെങ്കിൽ അതിലെന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം, മിസ്കീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും. അപ്പോൾ ആ രീതിയിലാണ് അത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ് സക്കാത്തുൽ ഫിത്ർ നമ്മുടെ പള്ളികളിൽ ശേഖരിച്ച് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം. അപ്പോൾ ആ മഹല്ലിലുള്ള മുഴുവൻ ആളുകളും, അവർ പണക്കാരോ പാവപ്പെട്ടവരോ ആകട്ടെ, എല്ലാവരും അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കാൻ പറ്റും, നേർക്കുനേരെ ഹദീസ് ഉള്ളതാണ്. പണക്കാർ അതങ്ങനെ വാങ്ങുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ സാധാരണ പറയപ്പെടുന്ന ന്യായം അതൊരു ബർക്കത്തിൻ്റെ കൂടി ഇതാണല്ലോ. അപ്പോൾ ആ നിലക്ക് എല്ലാവരും വാങ്ങുക, കഴിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ ശരിക്ക് സക്കാത്തുൽ ഫിത്ർ ബർക്കത്തിനല്ല, അത് ഈ പറഞ്ഞ തുഅമത്തലിൽ മസാക്കീനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ശീലമനുസരിച്ച് മഹല്ലുകൾ ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ലെങ്കിൽ പോലും ഇത് വാങ്ങുന്ന സമ്പന്നർ വാങ്ങി സ്വന്തം ഉപയോഗിക്കാതെ അർഹരായ മറ്റാളുകൾ കുടുംബത്തിലോ അയൽപ്പക്കത്തൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തുകൊണ്ട് അത് അവരുടെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത്. അതാണ് സൂക്ഷ്മമായ വശം എന്നുള്ളതാണ്.
അപ്പൊ നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന സംഗതിയുണ്ട്. ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ആ കുട്ടിക്ക് പോലും കൊടുക്കണമെന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? പാവപ്പെട്ടവർക്കാണ്. ഈ പാവപ്പെട്ട ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അതായത് പാവപ്പെട്ടവന് അത് ബാധ്യതപ്പെടുന്നുണ്ടോ എന്നാണ്. അവനവന് അന്നത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒരാൾക്കുണ്ടെങ്കിൽ അയാളത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ഹദീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരാൾക്ക് ആ ദിവസത്തേക്കുള്ള ഭക്ഷണം അത്യാവശ്യത്തിനുണ്ട് എങ്കിൽ അയാളുടേതും അയാളുടെ ചുമതലയിൽ വരുന്ന ഭാര്യ, മക്കള്, അതിപ്പോൾ ആ കുട്ടി പിന്നെ സക്കാത്തുൽ ഫിത്തർ അതിൻ്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് ജനിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടേതും ആൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഞാനൊരു പാവപ്പെട്ടനാണ്, അതുകൊണ്ട് എനിക്ക് ഇത് കൊടുക്കേണ്ടതില്ല എന്ന് പറയാനുള്ള ഒരു ന്യായം ഉണ്ടാവില്ല. അതിൻ്റെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ ആ തെറ്റിദ്ധാരണ ഒഴിവാകും. സാധാരണ സക്കാത്തും സക്കാത്തുൽ ഫിത്തറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാധാരണ സക്കാത്ത് സമ്പത്ത് ഇത്ര എത്തിയാലേ കൊടുക്കേണ്ടതുള്ളൂ എന്നൊരു നിസാബുണ്ട്. പക്ഷേ സക്കാത്തുൽ ഫിത്തർ എന്ന് പറയുന്നത് പെരുന്നാൾ ദിവസം ഭക്ഷണം കഴിക്കാൻ വകുപ്പുള്ള എല്ലാവരും കൊടുക്കണം. മറ്റത് പണക്കാരൻ അവൻ്റെ പണത്തിന് അവിടെ, ഇത് തലക്ക കൊടുക്കുന്നുണ്ട്. വീട്ടിൽ 10 ആളുണ്ടെങ്കിൽ 10 ആൾക്കും കൊടുക്കണം. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി തലേന്ന് പ്രസവിച്ച കുട്ടിയാണ്, ആ പ്രസവിച്ച കുട്ടിക്കും സക്കാത്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് സമ്പത്തിനല്ല, ഒരർത്ഥത്തിൽ തലക്കാണ് സക്കാത്ത്. ഇവിടെ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം വരും. അതെന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നാട്ടിലെല്ലാവരും ഒരു മഹല്ല് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ നോക്കുക. മഹല്ലിൽ എല്ലാ ആളുകളും മിക്കവാറും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കും. എന്നാൽ ഇത് കൊടുക്കാൻ നോക്കുമ്പോൾ ഈ തന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ വാങ്ങേണ്ടി വരും. പക്ഷെ അവിടെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പണക്കാരൻ വാങ്ങാതിരിക്കുക, ബാക്കി സാധാരണക്കാരായ ആൾക്കാരുണ്ട്, അവർ കൊടുത്തവരനായിരിക്കും ഒരു പക്ഷേ, എന്നാലും അവർക്ക് വാങ്ങാം. പക്ഷെ അവർ ഈ പറഞ്ഞ ഫുഖറാ മസാക്കീനിൽ പെടും. ഇനി അഥവാ പണക്കാരൻ ഈ പറഞ്ഞ പോലെ പള്ളി കമ്മിറ്റി അവരുടെ വീട്ടിൽ ഒരു അരി കൊണ്ട് കൊടുത്തെങ്കിൽ അയാൾ അത് വാങ്ങിയിട്ട് അയാൾ ഉപയോഗിക്കുന്നതിന് പകരം പാവങ്ങൾക്ക് വിതരണം ചെയ്യുക, അങ്ങനെയും ചെയ്യാലോ. അപ്പം ചില സന്ദർഭങ്ങളിൽ കൊടുത്ത ആൾ തന്നെ വാങ്ങേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ അയാളെക്കാൾ പിന്നെ ദരിദ്രരായ ആളുകൾ വേറെ ഉണ്ടാവില്ല, അപ്പോൾ അയാൾക്ക് തന്നെ സാധനം തിരിച്ചു വരും. അങ്ങനെ സംഭവിക്കാം. കാരണം എന്താ വെച്ചാൽ ഇതൊരുവിധം എല്ലാവരും കൊടുക്കേണ്ടതായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. തലക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അതിൽ തന്നെ ഈ ഇപ്പോൾ മക്കളുടെ സക്കാത്ത്, മക്കൾ സമ്പന്നരാണ്, സ്വയം അവർക്ക് തന്നെ സക്കാത്ത് ഫിത്തർ കൊടുക്കാനുള്ള ശേഷിയുണ്ട്, അത് അവരെന്നെയാണ് കൊടുക്കേണ്ടത്. അത് അവരുടെ പിതാവിൻ്റെ തലയിൽ ആ ബാധ്യത വരുന്നില്ല. എന്നതുപോലെ തന്നെ അയാളുടെ കീഴിൽ പിന്നെ സർവൻസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, അതുപോലെ മറ്റ് രീതിയിൽ അയാളുടെ ചുമതലയിലുള്ള അല്ലെങ്കിൽ അയാളുടെ ചെലവിൽ കഴിയുന്ന എന്നാൽ ഇയാൾ സക്കാത്തുൽ ഫിത്തർ കൊടുക്കാൻ ബാധ്യസ്ഥരല്ലാത്തവരുണ്ടെങ്കിൽ അത് അയാൾക്ക് നിർബന്ധമാവുന്നില്ല എന്നുള്ളതാണ് അതിലൊരു പക്ഷം. ഇതിൽ ഫിത്തർ സക്കാത്ത് സാധാരണഗതിയിൽ ഒരാൾക്ക് നിർബന്ധമാകുന്നത് അയാൾ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥരായവർ. ഇപ്പോൾ പ്രായപൂർത്തി എത്തി ജോലിയൊക്കെ ഉള്ള ഒരാൾ മകനെ അയാൾ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല. നേരെ മറിച്ച് പ്രായപൂർത്തി എത്താത്ത മക്കൾക്ക് അയാൾ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, അയാളുടെ ഭാര്യ, കുട്ടികൾ, ഇവർക്കൊക്കെ. അപ്പോൾ അയാൾ എണ്ണീറ്റ്, നേരെ മറിച്ച് ഒരു കൂട്ടുകുടുംബമാണ്, അവിടെ ഫാമിലിയിൽ 15 ആളുണ്ട്. ഈ 15 ആളെ എണ്ണം കൂട്ടിയിട്ട് ഇയാൾക്ക് കൊടുക്കാം. ചിലപ്പോൾ 2-3 ആളുകൾ പ്രായപൂർത്തി എത്തിയവരും സ്വന്തം ജോലികളും, പക്ഷെ ഇത് ഇയാളുടെ ബാധ്യതയിൽ പെടുന്നതല്ല. പക്ഷെ ആൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതോടുകൂടി അവരുടെ ബാധ്യതയും വീടും. എന്നതുപോലെ വീട്ടിലിപ്പോൾ ഒരു 4 ജോലിക്കാരുണ്ട്, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. ജോലിക്കാർക്ക് സക്കാത്ത് കൊടുക്കാൻ ഇയാൾ നിർത്തേറെ ബാധ്യസ്ഥനല്ല. പക്ഷെ അയാൾ ഇതൊക്കെ കണക്ക് കൂട്ടിയപ്പോൾ അയാൾ അവിടുത്തെ വേലക്കാരെയും കൂടി പരിഗണിച്ചു. കാരണം അവർക്ക് ഉള്ള പൈസ കൊടുക്കുന്ന ഇദ്ദേഹമാണല്ലോ. അത് നല്ല കാര്യങ്ങളിൽ പെട്ടതാണെന്ന് പറയാം. തീർച്ചയായും നിർബന്ധ ബാധ്യതയായിട്ട് അയാൾക്കത് വരില്ല. ഒരു പക്ഷേ ഈ ശമ്പളം വാങ്ങുന്ന ജോലിക്കാർ ഈ പറഞ്ഞ പോലെ അന്നന്ന് പെരുന്നാളിന് പിന്നെ പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ, ഭക്ഷണം വാങ്ങുന്ന വകുപ്പിലാണെങ്കിൽ അവരും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടവരായിരിക്കും. അപ്പോൾ കൊടുക്കേണ്ടവരും വാങ്ങുന്ന അവസ്ഥ ഉണ്ടാകാം. നിർബന്ധമായും കൊടുക്കേണ്ടത് ഇയാൾ നിർബന്ധമായും ചെലവിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാരൊക്കെയാണോ അവരെ പരിഗണിച്ചുകൊണ്ട് അവരുടെ എണ്ണം എടുത്തുകൊണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സക്കാത്ത് നൽകാൻ ബാധ്യതപ്പെട്ട ആളെ കുറിച്ച് പറഞ്ഞു. അതിൽ വരുന്ന സാധാരണ ഒരു സംശയം പറഞ്ഞാൽ, ഒരാൾക്ക് ഇപ്പോൾ ഫിത്ർ സക്കാത്തിനെ കുറിച്ചല്ല പറഞ്ഞിട്ട് അയാളുടെ സക്കാത്തിനെ കുറിച്ചിട്ട്, ആ സക്കാത്ത് അയാൾക്ക് അയാളുടെ ഉപ്പാക്ക് കൊടുക്കാൻ പറ്റുമോ, ഭാര്യക്ക് കൊടുക്കാൻ പറ്റുമോ, മകനക്ക് കൊടുക്കാൻ പറ്റുമോ?
അതുകൊണ്ട് അയാളുടെ സക്കാത്ത് വീടോ? പ്രസക്തമായൊരു ചോദ്യമാണ്. നേർക്കുനേരെ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ, ഒരാൾക്ക് അയാൾ ചെലവിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആൾക്ക് സക്കാത്ത് കൊടുത്താൽ ആ സക്കാത്ത് വീടൂല. ഇപ്പം ഞാൻ എൻ്റെ മകന് 10 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവൻ പാവാണെന്ന് അവന് കൊടുക്കേണ്ട സക്കാത്ത് എന്ന് വിചാരിച്ച് കൊടുക്കാൻ പറ്റില്ല. ഒരാളുടെ ഉമ്മയെ പോറ്റേണ്ട ബാധ്യത മകനുണ്ട്. അപ്പം ഉമ്മ പാവാണെന്ന് ഉമ്മക്ക് സക്കാത്ത് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കാൻ പറ്റില്ല. കാരണം ഉമ്മയെ പോറ്റുക എന്ന് പറയുന്ന ബാധ്യത മകനുണ്ട്, മകനെ പോറ്റുക എന്ന ബാധ്യത പിതാവിനുണ്ട്. ഇതൊക്കെ അയാളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. എന്നാൽ ഇവിടെ വളരെ രസകരമായൊരു സംഗതി, ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കുക വളരെ ആവശ്യമാണെങ്കിൽ, ഞാൻ അതൊക്കെ കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാ ഭാര്യമാരും അവിടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാൻ നിൽക്കണ്ട. ഭാര്യമാരുടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കുക എന്ന് എങ്ങനെ വെച്ചാൽ, ഭാര്യ ഭർത്താവിനെ പോറ്റാൻ ബാധ്യസ്ഥയല്ല, സാമ്പത്തികമായി ബാധ്യസ്ഥയല്ല, സഹായിക്കാം. അപ്പോൾ സഹായിക്കാം. ചിലപ്പോൾ ഭാര്യക്ക് നല്ല സ്വത്തുണ്ട്, ഭർത്താവ് ജോലിയൊക്കെ പോയി പാപ്പരായി, അങ്ങനെ സാധ്യത ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാം. പൊളിയാം. ഇത്തരം സന്ദർഭത്തിൽ ഭാര്യക്ക് ഇപ്പോൾ സക്കാത്തൊക്കെ കണക്കൂട്ടി വെക്കുമ്പോൾ 5 ലക്ഷം രൂപ സക്കാത്ത് കൊടുക്കണം. ഒക്കെ കൂട്ടി വെക്കുമ്പോൾ ഒരു 5-6 ലക്ഷം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പുറത്താണെങ്കിൽ ഭർത്താവ് ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ കടത്തിലാണ്. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് സക്കാത്ത് കൊടുക്കാമെന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഭാര്യയ്ക്ക് ഭർത്താവിന് പോറ്റാനുള്ള ധാർമ്മികമായ ചുമതല, ഉത്തരവാദിത്വം ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് അയാളുടെ ഭാര്യ പിതാവിനെ കൊടുത്താൽ സക്കാത്ത് കൂടും. ഭാര്യാപിതാവിനോ? അതെ, ഭാര്യാപിതാവിന്റെ ചെലവ് വഹിക്കാൻ ഇയാൾ ബാധ്യസ്ഥനല്ലല്ലോ. അപ്പൊ ആ നിലക്ക് പിന്നെ നമ്മളെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരാളാണല്ലോ. സക്കാത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അഖറബിനെ പരിഗണിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സക്കാത്തിന് അർഹരായ 8 വിഭാഗത്തിൽ പെടുന്നയാളാണെങ്കിൽ തീർച്ചയായും സക്കാത്ത് അങ്ങോട്ട് കൊടുക്കാം എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇതാണ് പരിഗണിക്കേണ്ടത്. പിന്നെ ബന്ധുത്വത്തിൽ ഈ പറഞ്ഞ സക്കാത്തിൻ്റെ അവകാശികളിൽ അവർ പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കുക. എൻ്റെ ഭാര്യ പിതാവ് സാധുവാണ്, പാവപ്പെട്ടവനാണ്, കഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പോൾ സക്കാത്ത് മറ്റു പുറത്തുള്ള ആൾക്ക് ഞാൻ എൻ്റെ സക്കാത്ത് വിതരണം ചെയ്യുമ്പോൾ ആ ലിസ്റ്റിൽ ഒന്നാമതായി പരിഗണിക്കപ്പെടേണ്ട ആൾ എൻ്റെ അടുത്ത ബന്ധുവാണ്. ആ അർത്ഥത്തിൽ കൊടുക്കാം, ആ അർത്ഥത്തിൽ പരിഗണിക്കാം. പക്ഷേ എൻ്റെ ഭാര്യ പിതാവ് അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ആളാണ്, പിന്നെ അവരൊന്ന് സോപ്പിടാൻ വേണ്ടി സക്കാത്ത് കൊടുക്കാം, അത് നടക്കില്ല. അതിപ്പോ നേരെ തിരിച്ച് ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന സക്കാത്തും അങ്ങനെ തന്നെ. ഭർത്താവ് സക്കാത്തിന് അർഹനല്ല, നമ്മളെ പണം പുറത്തേക്ക് പോകണ്ട, അവിടെ തന്നെ കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ രസകരമായ മറ്റൊരു ചോദ്യം വരുന്നുണ്ട്, ഭാര്യയുടെ പിതാവിന് ഭാര്യക്ക് സക്കാത്ത് കൊടുത്തൂടെ? കൊടുക്കാലോ. ഭാര്യയുടെ പിതാവിന് ഭാര്യക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഭാര്യക്ക് അവരെ പോറ്റാൻ നേർക്കുനേരെ ബാധ്യസ്ഥമല്ലാത്തതുകൊണ്ട്, സ്ത്രീകൾക്ക് സാമ്പത്തിക ബാധ്യത ഇല്ലാത്തതുകൊണ്ട് ഒരു മകൾക്ക് പിതാവിന് ഈ അർത്ഥത്തിൽ ഭർത്താവിന് കൊടുക്കുന്ന പോലെ തന്നെ പരിഗണിക്കാവുന്നതാണ്. പക്ഷെ അതൊക്കെ ഈ ഒരു ലൂപ്പ് ഹോൾ വല്ലാതെ വെച്ചാല് പിന്നെ പുറത്തേക്ക് സക്കാത്ത് പോകില്ല. ഒരു നിയമം പറയുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ കറക്റ്റ് കാര്യം പറയാനല്ലോ എന്ന നിലക്കാണ്. പക്ഷെ സക്കാത്ത് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒന്നായിട്ട് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നോമ്പിന്റെ അവസാനത്തെ എത്തി നിൽക്കുകയാണ്. കുവൈത്തിൽ നോമ്പ് തുടങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് നോമ്പ് തുടങ്ങുമ്പോൾ നാട്ടിലുണ്ടായ ഒരു വ്യക്തി കുവൈത്തിലേക്ക് നോമ്പിൽ നടുവ് വെച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ പെരുന്നാൾ നേരത്തെ വരുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ 28 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പ് കിട്ടുള്ളൂ. അങ്ങനത്തെ അവസ്ഥയിൽ ആ ഒരാൾ എന്ത് ചെയ്യും? അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്ക് ചിലപ്പോൾ നോമ്പ് കൂടുതൽ കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് എന്താ ഇതില് ഒരു പക്ഷേ ഇപ്പൊ ഈ പെരുന്നാളിന് സംഭവിക്കാൻ സാധ്യതയുള്ളതായതുകൊണ്ട് നമ്മൾ മുമ്പൊരിക്കത് വിശദീകരിച്ചാണെങ്കിലും ഒന്നുകൂടി പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അതുകൊണ്ടത് ചോദിക്കാൻ കാരണം. ഓക്കെ. ഇതില് നോമ്പ് ശരിക്ക് ഒന്നുകിൽ 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം. ഒരാൾക്ക് 28 ദിവസമാണ് നോമ്പ് കിട്ടുന്നതെങ്കിൽ അയാൾ നോമ്പ് വേറെ അടുത്ത് വിട്ടണം. 30 എടുക്കണോ 29 എടുക്കണോ? അയാൾ ഇപ്പോൾ ഇവിടെ കുവൈത്തിലാണ് എത്തുന്നെങ്കിൽ ഇവിടെ 29 ഉള്ളൂ എങ്കിൽ അയാൾക്ക് ഒന്നെടുത്താൽ മതി. 28 അയാൾക്ക് കിട്ടുകയാണെങ്കിൽ, അതല്ല നാട്ടിൽ പോവുകയാണെങ്കിൽ അയാൾ നാട്ടിൽ ചെന്നു അയാൾക്ക് ഇവിടുന്ന് 30 നോമ്പും കിട്ടി, നാട്ടിൽ ചെന്നപ്പോൾ 31ാമത് നോമ്പാണെങ്കിൽ അയാൾ നോക്കേണ്ടതില്ല. അയാൾക്ക് അന്ന് അവിടെ. പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ അയാൾക്ക് ഒറ്റക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റില്ല.
അൽ ഫിത്റു യോമ യുഫ്തിറുന്നാസ് എന്നാണ്. ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് അയാൾക്ക് 29 നോമ്പാ കിട്ടിയത്, 30ാമത്തെ ഇവിടെ പെരുന്നാളാണ്, അയാൾക്ക് പെരുന്നാൾ ആഘോഷിക്കാം. കാരണം അൽ ഫിത്റു യോമ യുഫ്തിറുന്നാസ്, അയാൾക്ക് 29 മതി. പക്ഷേ ഇപ്പറഞ്ഞതിൽ നിന്ന് 28 പാടില്ല, അതുപോലെ തന്നെ 31 വേണ്ടതില്ലതാണ്. ഇതാണ് അതിൽ ശരിയായ രൂപം എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ലളിതമാണ്, അത്ര ഞങ്ങൾ ആ പറഞ്ഞ തന്നെയാണ് അതിന്റെ കറക്റ്റ്. സക്കാത്തുൽ ഫിത്ർ ഒരാൾക്ക് ഇപ്പോൾ ജുമാ നമസ്കാരത്തിന് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പേ അദ്ദേഹത്തിന് വീട്ടാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യുക? സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത് പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പാണ്, അതാണ് നിയമപരമായ അതിന്റെ വശം. പക്ഷേ എന്തെങ്കിലും ഒരു കാരണത്താൽ അദ്ദേഹത്തിന് അത് കൊടുത്തു വീട്ടാൻ പറ്റിയില്ല, സംഭവിച്ചേക്കാം മനുഷ്യരുടെ സാഹചര്യങ്ങളിൽ. അത്തരമൊരു സന്ദർഭത്തിൽ നമസ്കാരം കഴിഞ്ഞും അയാൾ ആ ബാധ്യത വീട്ടേണ്ടതുണ്ട്. മൻ അദ്ദാഹ ഖബ്ല സലാത്തി ഫഹുവ സദഖത്തുൻ മഖ്ബൂല. അത് ആരെങ്കിലും നമസ്കാരത്തിന് മുമ്പ് കൊടുത്താൽ അതൊരു സ്വീകാര്യമായ സദഖയാണ്, അതായത് സക്കാത്തുൽ ഫിത്റാണ്. മൻ അദ്ദാഹ ബഅദ സലാത്തി ഫഹുവ സദഖത്തും മിന സദഖാത്ത്. ശേഷമാണ് കൊടുക്കണമെങ്കിൽ സാധാരണ ഒരു സദഖയായിട്ട് അത് പരിഗണിക്കപ്പെടുന്നതാണ്. അപ്പം എന്തായാലും അത് കൊടുക്കൽ ബാധ്യതയാണ്, മുമ്പാണ് കൊടുക്കേണ്ടത്. എന്തെങ്കിലും കാരണത്താൽ, ഉദാഹരണമായിട്ട് നമുക്ക് ഇപ്പോൾ ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ, വിശേഷിച്ച് ഇപ്പോൾ കുവൈറ്റിലെ ഒരു പണ്ഡിതന്മാർ ഇവിടുത്തെ ബൈത്തു സക്കാത്തിന് കൊടുത്തിരിക്കുന്ന ഫത്വയിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സമ്പന്ന രാജ്യമാണ്, ഭൂരിപക്ഷം ആളുകളും സക്കാത്തിന് അർഹരല്ല, ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അർഹരല്ല. അപ്പം ആ നിലക്ക് ഇവർ നേരത്തെ തന്നെ അത് ഏൽപ്പിക്കുകയാണ് അതിൻ്റെ സംവിധാനങ്ങളിൽ, ക്യാഷ് കൊടുത്തുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് അവരെന്ത് ചെയ്യുന്നു, കൊടുത്തു വീട്ടുന്നു. പക്ഷേ സക്കാത്തുൽ ഫിത്ർ നമസ്കാരത്തിന് മുമ്പ് വിദേശ രാജ്യങ്ങളിലെ പാവപ്പെട്ടവരിലേക്ക് അയക്കാൻ ഇവർക്ക് സാധ്യമല്ല പലപ്പോഴും. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ബാധ്യത അവർ നിറവേറ്റി, വ്യക്തികളുടെ. പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ അത് അതിനർഹരായ ആളുകളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുക. അത് ഈ പറയുന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായി ന്യായീകരിക്കാവുന്ന ഒന്നാണ് എന്ന് വരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് അതിലുണ്ട്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് നമസ്കാരത്തിന് മുമ്പ് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അയാൾ ഇപ്പോൾ ഹദീസിൽ തന്നെ പറഞ്ഞത് നമസ്കാരത്തിൻ്റെ മുമ്പ് എന്നാണല്ലോ. ഒരുപക്ഷെ ഇയാൾ കൊടുക്കുന്ന നമസ്കാരത്തിൻ്റെ 2 മണിക്കൂർ മുമ്പാണെങ്കിൽ അത് വാങ്ങിയിട്ട് അർഹരായ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളത് പ്രായോഗികമായി നടന്നുകൊള്ളുന്നില്ല. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫിത്ർ സക്കാത്ത് വീടി. പക്ഷെ അത് വാങ്ങി വിതരണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ലജ്നകളിലൊക്കെ അവർക്കത് ആളുകളിലേക്ക് എത്തിക്കാൻ പിന്നെയും സമയം പിടിച്ചു എന്ന് വരാം. നേർക്കേറെ പറഞ്ഞാൽ അത് ഇയാളുടെ പ്രശ്നമല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് വീടി. പിന്നെ ഇൻ കേസ് അയാൾ മറന്ന ആൾക്ക് പിന്നെ അതൊരു എക്സ്ക്യൂസാണ്. പക്ഷെ അയാൾ പിന്നെ മറന്നുപോയി, ഞാൻ കൊടുക്കേണ്ടതില്ല എന്ന് വെക്കുന്നതിന് പകരം സ്കാൻ കഴിഞ്ഞിട്ടാണ് അയാൾ ഓർമ്മ വരുന്നെങ്കിൽ ഉടൻ കൊടുക്കുക. പക്ഷേ അത് നേരത്തെ കൊടുക്കുന്ന ആ പ്രതിഫലം അതിന് ലഭിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും മഹല്ലുകളിൽ നേരത്തെ പിരിച്ച ആളുകളിലേക്ക് എത്തിക്കുന്ന സംവിധാനമുണ്ട്. അതാണ് എക്സെപ്ഷൻ കേസാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇത് അവസാനത്തേക്ക് വെക്കാതിരിക്കലുമാണ് നല്ലതെന്ന് തോന്നുന്നു. ആളുകൾ പെരുന്നാൾ ഉറപ്പിക്കാൻ വേണ്ടി കാത്തിക്കും. യഥാർത്ഥത്തിൽ ഇത് വിതരണം ചെയ്യുന്ന ആളുകൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഷാഫി മദ്ഹബൊക്കെ അനുസരിച്ചാണെങ്കിൽ പോലും നേരത്തെ കൊടുക്കാമല്ലോ, സക്കാത്ത് നേരത്തെ കൊടുക്കാം. അപ്പോൾ ഒരു 20 കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഫിത്ർ സക്കാത്ത് നേരത്തെ കൊടുത്താൽ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി വിതരണം ചെയ്യാൻ അതായിരിക്കും നല്ലത്. പിന്നെ അതിൻ്റെ പൈസയാണോ ഭക്ഷണമാണോ കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള ചർച്ച ഉണ്ട്. അത് നമുക്ക് മറ്റൊരിക്കലാകാം. നമ്മളിപ്പോൾ പലപ്പോഴും നടത്തിയതാണെന്ന് തോന്നുന്നു. അല്ലാഹു അലം ബിസ്സവാബ്. വെള്ളി വെളിച്ചത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മോട് പങ്കെടുത്ത ഡോക്ടർ അലിഫ് ഷുക്കൂറിനും ഫൈസൽ മഞ്ചരിക്കും ജസാക്കല്ലാഹു ഖൈർ. വാഹിദ് ദുആന റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.